ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബ്രെഡ് ഓംപ്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പിജിയിലെ ഇഡലിയും ദോശയും എല്ലാം തിന്ന് മടുത്തത് കൊണ്ട് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സച്ചിക്കുട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് സച്ചിക്കുട്ടൻ്റെയും നിച്ചിക്കുട്ടൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംപ്ലേറ്റ് ആക്കിയത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സവാള, കറിവേപ്പില, പച്ചമുളക് എന്നിവ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം. പിന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് 2 ബ്രെഡ് എടുക്കാം. അതിലേക്ക് നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ തേച്ച് വയ്ക്കാം. ഞാനിവിടെ നെയ്യാണ് തേച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം, പച്ചമുളക് ചേർക്കാം, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ചിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ കയ്യിലുള്ളതുപോലെ തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് നല്ലപോലെ പരത്തി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തേച്ച് വെച്ചിരിക്കുന്ന ഭാഗം മുകളിൽ വരത്തക്ക വിധം നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡ് ഒരു ഭാഗം ആകുമ്പോഴത്തേക്കും അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഒരു അരമിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ വെളിയിലോട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ അകത്തേക്കൊന്ന് ചുരുട്ടി വെച്ച് ബ്രെഡിനെ മടക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ബ്രെഡ് ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ മുറിച്ചെടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.